നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. പ്രവൃത്തികൾ നീളുന്നതിനെതിരെ മുഹമ്മദ് മുഹ്സിൻ MLA താലൂക്ക് വികസന സമിതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രവൃത്തികൾ ആരംഭിച്ചത്. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള വൈദ്യുതി പോസ്റ്റ് മാറ്റൽ ആരംഭിച്ചു. മേലെ പട്ടാമ്പി കൽപ്പക ഭാഗത്തുനിന്നുമാണ് വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. JCB ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികളുടെ സഹായത്തോടു കൂടിയാണ് വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച വലിയ ചർച്ചയായ സാഹചര്യത്തിൽ കൂടി കഴിഞ്ഞ ദിവസം നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ മുഹമ്മദ് മുഹ്സിൻ MLA രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. റോഡ് നവീകരണ പ്രവൃത്തികൾ നടക്കാതിരിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അലംഭാവമുണ്ടായി എന്നായിരുന്നു വിമർശനം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നവീകരണ പ്രവൃത്തികളുടെ തുടർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി നിലാശുപത്രി മുതൽ ഷൊർണൂർ IPT GPT കോളേജ് വരെയുള്ള പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾ ഇനി പട്ടാമ്പി ടൗണിലാണ് നടപ്പാക്കാനുള്ളത്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിയും ഉൾപ്പെടെയുള്ള നവീകരണ പ്രവൃത്തികളാണ് നടക്കാനുള്ളത്. ഇതോടൊപ്പം കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. വൈദ്യുതി പോസ്റ്റ് മാറ്റലിലും കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികളും മന്ദഗതിയിലായിരുന്നു. ഇതിനെതിരെയായിരുന്നു MLA രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്ന മുറയ്ക്ക് തന്നെ റോഡ് മുഴുവനായും പൊളിച്ചുള്ള പ്രവൃത്തികൾ ആരംഭിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ പട്ടാമ്പി ടൗണിലെ പാത പാടെ തകർന്നു കിടക്കുകയാണ്. മഴയും റൂട്ടിൽ രൂപപ്പെട്ട കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതും അപകടത്തിനും ഇടവരുത്തുന്നുണ്ട്. വലിയ സാഹസിക യാത്രയാണ് ഇപ്പോൾ ഇതിലൂടെ യാത്രക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പിയിൽ കാർഷിക വിപണന കേന്ദ്രം ആരംഭിക്കണമെന്ന് ബ്ലോക്ക് കർഷക സഭയിൽ ആവശ്യം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ കർഷക സഭ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിൽ കാർഷിക വിപണന കേന്ദ്രം ആരംഭിക്കണമെന്ന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ബ്ലോക്ക് തല കർഷക സഭയിൽ കർഷകർ ആവശ്യപ്പെട്ടു. പട്ടാമ്പിയിൽ നിലവിൽ വിപണന കേന്ദ്രമില്ല. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുവാനുള്ള സൗകര്യം കാർഷിക വിപണന കേന്ദ്രം വരുന്നതോടെ ലഭ്യമാകുമെന്നും ടൗണിൽ വിപണന കേന്ദ്രം ഒരുക്കിയാൽ വലിയ സാധ്യതയാണ് ഉള്ളതെന്നും കർഷകർ അഭിപ്രായപ്പെട്ടു. വന്യമൃഗങ്ങളുടെ അക്രമം കാർഷിക വിളകളുടെ വലിയ നാശത്തിന് കാരണമാകുന്നതായും ചർച്ചയുണ്ടായി. കൂടുതൽ ജലസേചന പദ്ധതികൾ ആരംഭിക്കണമെന്നും പാതിവഴിയിൽ കേൾക്കുന്ന പദ്ധതികൾ ഉപയോഗപ്രദമാക്കണമെന്നും ആവശ്യമുയർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ കർഷക സഭ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ OK കൃഷ്ണനുണ്ണി, PP ഉണ്ണികൃഷ്ണൻ, PTM ഫിറോസ്, P പ്രസന്ന, K ബിന്ദു, കുൽക്കലു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V രമണി, മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ M രാധാകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K വൃന്ദ, കൃഷി ഓഫീസർ K ഇഷറത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമുക്കറിയാം, മഴ മുന്നേ പ്രാവശ്യം തുടങ്ങി. അത് ഓരോ വർഷവും ഓരോ തരത്തിലാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. കൃത്യമായ ഒരളവിലല്ല മഴ ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കൃഷി ഇറക്കേണ്ട സമയത്ത് കിട്ടുന്ന ആ ഒരു മഴയല്ല. നമുക്കറിയാം, വെള്ളപ്പൊക്കം പോലെ ഉള്ള ഓരോ പ്രകൃതി ദുരന്തങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കർഷകർ തന്നെയാണ്. കർഷകർ മാത്രമല്ല, കർഷകര് അത് ഉത്പാദിപ്പിച്ചിട്ടുള്ള ചാലിശ്ശേരി കുന്നത്തേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാല യുവജനവേദിയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണ സമാപനവും ബഷീർ അനുസ്മരണവും നടത്തി. വായനശാലയിൽ നടന്ന ചടങ്ങ് ഏകപാത്ര നാടകശില്പി ഗോപിനാഥ് പാലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി KK ദാസൻ അധ്യക്ഷനായി. ബാലവേദി അംഗങ്ങൾ അവതരിപ്പിച്ച കവിത, കഥ, ക്വിസ് എന്നിവയും രാജലക്ഷ്മി, അൻവിതദാസ് എന്നിവർ ചേർന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പൂവൻപഴം എന്ന കഥയെ ആസ്പദമാക്കി അവതരിപ്പിച്ച ലഘു നാടകവും ശ്രദ്ധേയമായി. ഗായത്രി രാമകൃഷ്ണൻ വായന അനുഭവങ്ങൾ പങ്കുവച്ചു. യുവജനവേദി അംഗങ്ങളായ കാവ്യ രാമകൃഷ്ണൻ, ഹൃദുദേവ്, ലൈബ്രറിയൻ സന്ധ്യ, വായനശാല പ്രസിഡന്റ് സുജിത, സെക്രട്ടറി KK പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരിയിൽ 4 തലമുറയുടെ ആയുർവേദ പൈതൃകത്തിലെ പാരമ്പര്യ വൈദ്യൻ CV മണികണ്ഠനെ ചാലിശ്ശേരി GCC ക്ലബ് ആദരിച്ചു. പാരമ്പര്യ ചികിത്സയിൽ തലമുറകളുടെ പാത പിന്തുടർന്ന മണികണ്ഠൻ വൈദ്യർ ആയിരങ്ങൾക്കാണ് ആശ്വാസം പകർന്നത്. ചാലിശ്ശേരി ഗ്രാമത്തിലെ അറിയപ്പെടുന്ന പാരമ്പര്യ വൈദ്യനായിരുന്ന പിതാവ് വാസുവൈദ്യരിൽ നിന്നാണ് ഏറെ ചെറുപ്രായത്തിൽ മണികണ്ഠൻ പാരമ്പര്യ ചികിത്സയുടെ ബാലപാഠങ്ങൾ പഠിച്ചത്. തുടർന്ന് കുന്നുംകുളം പുതുശ്ശേരിയിൽ അച്ഛന്റെ അമ്മാവൻ കുഞ്ഞിപ്പു വൈദ്യരുടെ പക്കലെത്തി നീണ്ട 5 വർഷം ചികിത്സാ രീതികളെക്കുറിച്ച് കണ്ടും കേട്ടും കുറിച്ചുവെച്ചും ചികിത്സാ രീതികൾ പഠിച്ചു. വീട്ടിലെ
ഒതുങ്ങിയിരിക്കുമ്പോൾ മരുന്നുകൾ കഴിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അന്ന് മരുന്ന് കഴിഞ്ഞ് ദഹനക്ഷമ കഴിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴൊക്കെ ഒരു ഫാഷനായി മാറിയത്. അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പോൾ എല്ലാവരും വിപണിയിൽ മരുന്ന് കഴിഞ്ഞൊക്കെ സുലഭമായി കിട്ടുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കഴിക്കുന്നുള്ളൊരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവിന്റെ അറക്കലിലുള്ള നവോദയ വൈദ്യശാലയിലെത്തി മണികണ്ഠൻ മരുന്നുകൾ നൽകാനും മറ്റും കടയിൽ സജീവമായി. ചികിത്സയെ സേവനമാക്കി മാറ്റിയ 4 തലമുറകളുടെ പാരമ്പര്യം കൈമുതലാക്കി ഇദ്ദേഹം 1997 നവോദയ വൈദ്യശാലയുടെ മറ്റൊരു സ്ഥാപനം മെയിൻ റോഡ് സെന്ററിൽ ആരംഭിച്ചു. ഗ്രാമത്തിൽ അസാധ്യമെന്ന് തോന്നിയ രോഗങ്ങൾക്ക് വിശ്വാസം പകരുന്ന കേന്ദ്രമായി നവോദയ വൈദ്യശാല വളർന്നു. 4 തലമുറയായിട്ട് ഞങ്ങൾ വൈദ്യവൃത്തിയായിട്ട് മുന്നോട്ട് പോകുന്നൊരു കുടുംബമാണ്. ഇപ്പോൾ ചാലിശ്ശേരി തന്നെ പാരമ്പര്യ വൈദ്യത്തിന് അവസാന കണ്ണി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തുടർന്ന് എൻ്റെ താഴെ അനിയന്മാരോ മറ്റുള്ള ഇതുവരെ പാരമ്പര്യ ചികിത്സയായിട്ട് കടന്നു വന്നിട്ടില്ല. ചാലിശ്ശേരി പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ പാരമ്പര്യ ചികിത്സാ രംഗത്ത് ഞങ്ങളുടെ കുടുംബം മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രകൃതിയോട് ചേർന്നുള്ള നവോദയ മണികണ്ഠൻ വൈദ്യരുടെ പ്രത്യേകമായ ചികിത്സാ രീതികളെല്ലാം ഗ്രാമത്തിൽ വിശ്വാസത്തിന്റെ പ്രതീകമായി. വീട്ടിൽ മരുന്നുകൾ തയ്യാറാക്കുന്നതിന് സഹധർമ്മിണി ഷീലയുടെ സഹായവുമുണ്ട്. അപ്പോൾ അന്ന് മുതലേ കാണുന്നതാണ് അച്ഛൻ്റെ ചികിത്സാ രീതികളും കാര്യങ്ങളൊക്കെ. വീട്ടിൽ മരുന്നുകൾ തയ്യാറാക്കും. അതുപോലെ തന്നെ അച്ഛനെ കാണുന്ന പേഷ്യൻസ് കുറേ വരാറുണ്ട്. അപ്പോൾ അവരോടുള്ള ഇടപഴകലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അന്ന് മുതലേ നമുക്ക് കുറച്ചതിനെക്കുറിച്ചൊക്കെ ഏകദേശം പറയാൻ പറ്റില്ലെങ്കിലും കൂടി ഒരു ചെറിയൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാനും മരുന്നുണ്ടാക്കാനും ഒക്കെ വീട്ടിൽ സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ആയാലും അതെ, ഇപ്പോൾ വീട്ടിൽ മരുന്ന് തയ്യാറാക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. മണികണ്ഠൻ ഇല്ലാത്ത സമയത്തും നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പൊതുരംഗത്തും മണികണ്ഠൻ വൈദ്യർ ഏറെ സജീവമാണ്. 2005-2010 കാലഘട്ടത്തിൽ പഞ്ചായത്ത് അംഗമായിരുന്നു. GCC ക്ലബ്ബ് വൈസ് പ്രസിഡന്റ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ്, തുടർച്ചയായി 7 വർഷം സ്കൂൾ PTA അംഗവും 2 വർഷം വൈസ് പ്രസിഡന്റുമായി. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ്, കൃഷിഭവൻ ADC മെമ്പർ, മുലയംപറമ്പത്തുകാവ് അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിൽ ഏറെ സജീവമാണ്. ഭാര്യ ഷീലയും 2010-15 കാലങ്ങളിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. ചാലിശ്ശേരി മുല്ലയ്ക്കൽ വീട്ടിൽ വാസുവൈദ്യർ പാറുക്കുട്ടി ദമ്പതികളുടെ 5 മക്കളിൽ രണ്ടാമനായ മണികണ്ഠൻ നാടൻ കലാരംഗത്തും ഏറെ സജീവമാണ്. ആദർശ്, ആകാശ് എന്നിവർ മക്കളും അഖില മരുമകളുമാണ്. മണികണ്ഠന്റെ സേവന പ്രവർത്തനങ്ങൾ അംഗീകരിച്ചാണ് ആദരം. ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, എക്സിക്യൂട്ടീവ് അംഗം ബഷീർ മാസ്റ്റർ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ ആദരിച്ചു. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ആരോഗ്യരംഗത്തെ ജീർണതയ്ക്കെതിരെയും മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പി BJP ഓഫീസ് പരിസരത്തുമാണ് മാർച്ച് ആരംഭിച്ചത്. താലൂക്ക് ആശുപത്രി പരിസരത്ത് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. BJP ബസ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു. ആളുകളെങ്കിലും ചോദിക്കും, ഒരു കെട്ടിടം തകർന്നു വീണു, ആ കെട്ടിടം ഉണ്ടാക്കിയത് വീണ ജോർജ് അല്ല, മറിച്ചിട്ടത് വാസുവൻ പറഞ്ഞതുപോലെ വീണ ജോർജ് അല്ല, പിന്നെന്തിനായി വീണ ജോർജ് രാജിവെക്കുന്നു എന്നാണ് ചില ആളുകളെങ്കിലും, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ചോദിക്കുന്നത്. വാസുവൻ ചോദിച്ച ചോദ്യം അവർ ഏറ്റുപിടിക്കുകയാണ്. വീണ ജോർജ് തള്ളിയിട്ടതൊന്നും അല്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, വീണ ജോർജ് രാജിവെക്കണമെന്നുള്ള ആവശ്യം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്ന ഒരു അമ്മ മരിച്ചത് കൊണ്ട് മാത്രമല്ല, ഈ ആരോഗ്യരംഗം മുഴുവൻ തകർത്തതിന്റെ ഭാഗമായിട്ടാണ് വീണ ജോർജ് രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു. ഒരു കെട്ടിടം മാത്രമല്ല, ഈ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നടിച്ചിരിക്കുന്നു. ആ തകർച്ചയിൽപ്പെട്ട നിരവധി ആളുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും വീണ ജോർജ് തയ്യാറാവും. എന്തെല്ലാം തള്ളുകളായിരുന്നു. ആരോഗ്യ മേഖല കേരളത്തെ പോലെ മികച്ചതായി വേറെ എവിടെയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അടുത്ത ദിവസം നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയുന്നു, ഇവിടെ വേണ്ട ഉപകരണങ്ങളില്ല, ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി
കേറാത്ത മുട്ടാത്ത വാതിലുകളില്ല എന്ന് പറയുമ്പോൾ അപ്പോഴും വീണ ജോർജ് പറയുന്നു സിസ്റ്റത്തിന്റെ തകരാറാണ്. ഞങ്ങളതാ പറയുന്നത്, ഇവിടുത്തെ സിസ്റ്റത്തിന്റെ തകരാറ്. ആ തകരാറ് മാറ്റണമെങ്കിൽ ചെറിയ പൊടിക്കൈ കൊണ്ട് പറ്റില്ല. പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് VC സന്തോഷ് അധ്യക്ഷനായിരുന്നു. കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ, ദിവാകരൻ, ഗോപിനാഥൻ, MP മുരളീധരൻ, സുനിൽകുമാർ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. ABVP പട്ടാമ്പി നഗർ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി വിഘ്നേഷ് രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ABVP പട്ടാമ്പി നഗർ സമ്മേളനം ABVP ജില്ലാ സെക്രട്ടറി വിഘ്നേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ പദ്ധതി നടപ്പാക്കാത്ത സർക്കാർ നിലപാട് വിദ്യാർത്ഥി വിരുദ്ധമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്ലസ് ടു വരെ പഠിക്കുക അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വരെ പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിദ്യാഭ്യാസമെങ്കിൽ 90-കൾക്ക് ശേഷം കോളേജിൽ പോവുക, ഡോക്ടറേറ്റ് എടുക്കുക, PhD എടുക്കുക എന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന ലെവലിലേക്ക് ഉയർന്നു വന്നു. അപ്പൊ നമ്മളെല്ലാവരും പഠിക്കാൻ തയ്യാറായി. എല്ലാവരും മിനിമം ഒരു പഠിത്തം എന്ന് പറഞ്ഞാൽ ഡിഗ്രി വരെ പഠിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നുള്ള ഒരു ട്രെൻഡ് വന്നു തുടങ്ങി. 90-കളിൽ ഈ കേരളത്തിനെ നോക്കി അറിയാൻ പറ്റും, നിറയെ വിദ്യാഭ്യാസ കോച്ചിങ് സെന്ററുകൾ, LLBക്കുള്ള കോച്ചിങ് സെന്റർ, MBBS നീറ്റ് എന്നാണ് കോച്ചിങ് സെന്റർ, ക്ലാറ്റിന് പ്രിപ്പയർ ചെയ്യാൻ, കാറ്റിന് പ്രിപ്പയർ ചെയ്യാൻ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കോച്ചിങ് സെന്റർ വന്നു. അപ്പൊ 90 മുതലുള്ള കാലഘട്ടങ്ങളിൽ ആകമാനം ഇന്ത്യയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം കംപ്ലീറ്റ് ആയിട്ട് മറിഞ്ഞു തന്നെ പറയാം. നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ മിക്കവാറും പ്ലസ് 2 വരെയും പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10 വരെയും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരുടെ അച്ഛനമ്മമാര് മാക്സിമം പഠിച്ചിരിക്കുന്നത് 4ാം ക്ലാസ്സോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സോ ആയിരിക്കും. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രവീൺ, CP പ്രത്യുഷ്, അജിത്, അതുൽദാസ്, KH ദേവൻ, മണികണ്ഠൻ, ഗൗരി, C കാശിനാഥ്, തേജസ്, ശ്രീദേവ്, സൂര്യകിരൺ, അതുൽ, അനിരുദ്ധ്, അക്ഷയ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചാലിശ്ശേരിയിൽ CITU കാൽനട ജാഥ നടത്തി. ചാലിശ്ശേരി അങ്ങാടിയിൽ നിന്നും CA സുരേന്ദ്രൻ ജാഥ ക്യാപ്റ്റനായി ആരംഭിച്ച കാൽനട ജാഥ KSKTU ഏരിയ ജോയിന്റ് സെക്രട്ടറി TM കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത ജാഥ ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു. സമാപന യോഗം CITU ഏരിയ ഡിവിഷൻ സെക്രട്ടറി PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. CI സുരേന്ദ്രൻ, VS ശിവാസ്, പുഷ്പാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തരത്തിലുള്ള ഒരു പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഈ പ്രചരണ ജാഥയിൽ വിവിധ യൂണിയനിലുള്ള സഖാക്കളാണ് പങ്കെടുക്കുന്നത്. ലണ്ടൻ കോളേജ് യൂണിവേഴ്സിറ്റി, ചുമട്, ആർട്ടിസാൻ യൂണിയൻ, KCU, ഓട്ടോ ടാക്സി, അതുപോലെ തന്നെ മറ്റ് യൂണിയനുകൾ ഒക്കെ ഉൾപ്പെടെ CITUവിൻ്റെയും AITUCയുടെയും യൂണിയനുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും CITUവിന് വേണ്ടി അഭിവാദ്യം ചെയ്യാം. ഇവിടെ സമരത്തിന് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ച് സ്വാഗതം പറഞ്ഞുകൊണ്ട് ശിവാസ് സൂചിപ്പിച്ചു. രാജ്യവ്യാപകമായി ജൂലൈ മാസം 9 നടക്കുന്ന ഈ സമരത്തിന് വേണ്ടി ഒരു സമരം പ്രഖ്യാപിച്ചതാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് തൊഴിലാളികളോട് ചെയ്യുന്ന അതിക്രൂരമായ നടപടിക്കെതിരായിക്കൊണ്ടാണ് സൂചന എന്നോണം രാജ്യവ്യാപകമായി ജൂലൈ 9 പണിമുടക്കുന്നത്. കോടിക്കണക്കിന് തൊഴിലാളികളാണ് ഈ പണിമുടക്കിന്റെ ഭാഗമായിക്കൊണ്ട് ഈ സമരത്തിൽ അണിചേരുന്നത്. CPM തളി തച്ചുകുന്ന് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയികളെ ആദരിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ CP രാജൻ അധ്യക്ഷനായി. കടുകാശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി പ്രസന്നൻ, ശശി, മുഹമ്മദ് തച്ചോത്ത് എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ബഷീർ സ്വാഗതവും TP അബ്ദുൽ ഹമീദ് നന്ദിയും പറഞ്ഞു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.